നമുക്കറിയാം 10 വർഷം മുമ്പ് വരെ ഇന്ത്യയിലെ ട്രെയിൻ യാത്ര എത്ര ദുരിതപൂർണമായിരുന്നു എന്ന്. മണിക്കൂറുകൾ വൈകിയെത്തുന്ന ട്രെയിനുകളും വൃത്തിഹീനമായ കോച്ചുകളും ടോയ്ലറ്റുകളും എല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ മുഖമുദ്രയായിരുന്നു. പല സ്റ്റേഷനുകളും പാസഞ്ചർ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന രീതിയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറി. വൃത്തിയുള്ള കോച്ചുകളും ടോയ്ലറ്റുകളുമുള്ള ട്രെയിനുകളെത്തി. സമയത്ത് തന്നെ ട്രെയിനുകൾ സർവീസ് നടത്താൻ തുടങ്ങി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ട്രെയിനുകളുടെ സമയം പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സംവിധാനമൊരുക്കി. കൂടുതൽ ട്രെയിൻ സർവീസുകൾ തുടങ്ങി. വന്ദേ ഭാരതും വന്ദേ മെട്രോയും ഉൾപ്പെടെ എത്തി. മിക്ക സ്റ്റേഷനുകളും നവീകരിച്ചു. എന്നാൽ ഇന്ത്യൻ റെയിൽവേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെയുണ്ടായ മാറ്റങ്ങൾ ഇപ്പറഞ്ഞവയിൽ ഒതുങ്ങുന്നതല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ 100 വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കം 772 പുതിയ ട്രെയിൻ സർവീസുകളാണ് ആരംഭിച്ചത്. BJP MP നീരജ് ശേഖറിൻ്റെ ചോദ്യത്തിന് മറുപടിയായി രാജ്യസഭയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആരംഭിച്ച വന്ദേ ഭാരത്, രാജധാനി തുടങ്ങിയ പുതിയ ട്രെയിനുകളെക്കുറിച്ചും അവ ഓടുന്ന സോണുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളായിരുന്നു നീരജ് ശേഖർ ചോദിച്ചത്. യാത്രക്കാരുടെ വിവിധ വിഭാഗങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അവതരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. എക്സ്പ്രസ് ട്രെയിനുകൾ, സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ, പാസഞ്ചർ, മെമു, ഡെമു ട്രെയിനുകൾ, സബർബൻ സർവീസുകൾ എന്നിവ ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി ചൂണ്ടിക്കാട്ടി. 2019, 2020 2023, 2024 ഇടയിൽ 772 ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു. ഇവയിൽ 100 വന്ദേ ഭാരത് സർവീസുകളും ഉൾപ്പെടുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും നവീകരിക്കാൻ മന്ത്രാലയം പദ്ധതിയിടുന്നതിനെക്കുറിച്ച് അശ്വിനി വൈഷ്ണവ് വ്യാഴാഴ്ച ലോക്സഭയിൽ പറഞ്ഞിരുന്നു. 700 മുതൽ 1000 കിലോമീറ്റർ വരെ നീളുന്ന ദീർഘദൂര യാത്രകൾക്കായി വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും ആദ്യ ട്രെയിൻ നിർമ്മിച്ച് ഇപ്പോൾ പരീക്ഷണം നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1950കളിലെ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള പഴയ ICF കോച്ചുകളെല്ലാം മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കി പുതിയ കോച്ച് ഒരുക്കുന്ന ജോലിയിലാണ് ഇന്ത്യൻ റെയിൽവേ. ഈ പുതിയ കോച്ചുകൾ ആത്മനിർഭർ ഭാരതിൻ്റെ സാക്ഷ്യമാകുമെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു.